ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് കണ്ടായിരുന്നോ? ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് യൂട്യൂബ് ക്രിയേറ്റിൻ്റെ മെസ്സേജ് കണ്ടത്. 2027 ഫെബ്രുവരി 1 മുതൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മൊത്തമായിട്ട് അവർ മാറ്റിയിരിക്കുവാണ്. ഇപ്പം നമുക്ക് 4000 വാച്ചോറോ അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസോ ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവും, 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ. 1000 സബ്സ്ക്രൈബേഴ്സിൽ മാറ്റമൊന്നുമില്ല, പക്ഷേങ്കിൽ വാച്ച് അവറിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. 2027 ഫെബ്രുവരി 1 മുതൽ 4000 വാച്ച് അവറിന് പകരം 8000 വാച്ച് അവർ ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അതല്ല, ഷോർട്സിലാണെങ്കിൽ 10 മില്യണിന് പകരം 20 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്കിനും വല്ലാത്തൊരു ടെൻഷൻ തോന്നി. കാരണം ഒരുപാട് ബിഗിനേഴ്സ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, 3-4 വർഷമായിട്ട് വാച്ച് ഓവർ ഒന്ന് തയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാനൊക്കെ അതുപോലെ തന്നെയായിരുന്നു. 3-4 വർഷങ്ങൾ വീഡിയോ ഇട്ടിട്ടും നമുക്ക് വാച്ച് ഓവർ ഒന്നും വന്നില്ല. ഏതോ ഒരു മൊമെൻറ്റിൽ സർപ്രൈസിംഗ്ലി എന്ന് പറയാം, ഒരു വീഡിയോ കയറിപ്പോയതിൻ്റെ കെയർ ഓഫിലാണ് എനിക്ക് പോലും മോണിറ്റൈസേഷൻ കിട്ടിയത്. അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. യൂട്യൂബ് ക്രിയേറ്റിൻ്റെ ചാനലിൽ പോയി ഈ ഒരു സെയിം വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് പേരുടെ കമൻറ്റ്സ് ഈ 4000 വാച്ച് അവറിൽ നിന്ന് 8000ലേക്ക് പോയതിൻ്റെ അവരുടെ വിഷമങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. 15000 സബ്സ്ക്രൈബേഴ്സ് പോലും ഉണ്ടായിട്ടും 1 വർഷവും 2 വർഷവുമായിട്ട് പോലും മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വാച്ച് അവർ തയ്ക്കാൻ പറ്റാത്ത ഒരുപാട് പേരെ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഈ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും സത്യത്തിൽ ഞാൻ ഇടാറില്ല. പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് ആക്റ്റീവ് ആയപ്പോഴത്തേക്കിനും എനിക്ക് ഫേസ്ബുക്കിൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അവരിൽ കുറച്ച് പേരൊക്കെ പുതുതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവരതിൻ്റെ സബ്സ്ക്രൈബേഴ്സും വാച്ചോറും ഒക്കെ ആക്കി എടുത്തു വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു അപ്ഡേറ്റ് കണ്ടിട്ട് എനിക്ക് ആകെപ്പാടെ ഉള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 മാസം തന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഓഗസ്റ്റ് ആയതേ ഉള്ളൂ, ഫെബ്രുവരി വരെ ആകുമ്പോഴേക്കും ഒരു 5 മാസമുണ്ട്. ഈ 5 മാസത്തെ സമയം കൊണ്ട് നമ്മൾ മാക്സിമം ലോങ് വീഡിയോസ് ഇട്ടിട്ട് മാക്സിമം വാച്ച് ഓവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. കാരണം ഷോർട്ട് വീഡിയോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന 10 മില്യൺ വ്യൂസ് ഒക്കെ 3 മാസത്തിൽ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അത്രയും നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കണം. അങ്ങനെ ഇടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചയിൽ ഒരു 5 വീഡിയോ എങ്കിലും ഇട്ടിട്ട് നിങ്ങളുടെ വാച്ച് ഓവർ കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യണം. എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങിയേക്കുന്നവർ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ സത്യം പറഞ്ഞാൽ അവരതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. കാരണം അത്രയും ആഗ്രഹിച്ച് ആണല്ലോ ഇപ്പോൾ ഓരോരുത്തരും നമ്മളിങ്ങനെ തുടങ്ങുന്നത്. അപ്പം ഈ 5 മാസം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും 4000 വാച്ച് അവർ ഉണ്ടാക്കി മോണിറ്റൈസേഷൻ വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.